നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മളെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണത് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. പക്ഷെ ഒരാൾ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹ് ചെയ്തതാണ്, നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആ ദിക്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശിർക്ക് വരൂല. അയാൾ അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ നേരെ മറിച്ച് ഉദ്ദേശിച്ച ശിർക്ക് വരും. അതാണ് തർക്കത്തിനുള്ള കാരണം. അതായത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പൊ മനസ്സിലാക്കാം അപ്പൊ തെറ്റില്ല എന്നാണ്. ശിർക്കല്ല, പക്ഷെ തനിച്ച വിദഅത്താണത്. ഒരു സലാത്ത് ഉണ്ടാക്കുക, എന്നിട്ട് ഉത്തരവാട്ടം ചൊല്ലി എന്നെ കൂലി, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി എന്നെ കൂലി, തനിച്ച ബിദ്അത്താണത്. നാരിയത്ത് സലാത്ത് തനിച്ച ബിദ്അത്താണ്. പക്ഷെ ശിർക്കാകുന്ന രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയവരുണ്ട്. ഇപ്പൊ കേരളത്തിൽ നാരിയത്ത് സലാത്തിനെ വിശദീകരിച്ച് ഖുറാഫിയിൽ ഇറക്കിയതിൽ നബിക്ക് എന്താ അങ്ങനെ കഴിയൂലേ, നബി നമ്മളെ പ്രശ്നത്തിൽ ഇടപെടൂലേ, നബി ഇന്നും നമ്മളെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശിർക്കന്നെയാണ്. പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത് ആ നബി മുഖേനയാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. ആ നബി മുഖേനയാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. ജബ്ബാദാരിനി പറഞ്ഞു, ഇതിലത്രയേ ഉള്ളൂ. നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല, നബിയെ ആവശ്യം പൂർത്തീകരിക്കണേ എന്ന് അതിലില്ല. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും, നബി മുഖേന പ്രയാസങ്ങൾ തീരും, നബി മുഖേന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു. അത് പല അർത്ഥത്തിലും വ്യാഖ്യാനിക്കാലോ. ഇപ്പൊ ഒരുത്തം പറയാം, ഞാൻ പണ്ട് ഭയങ്കര മാനസിക ടെൻഷനിലായിരുന്നു, തൗഹീദൊക്കെ മനസ്സിലാക്കി ദീനൊക്കെ പഠിച്ചപ്പോ എന്റെ എല്ലാ ടെൻഷനും മാറി. അതുപോലെ ടെൻഷൻ മാറാൻ കാരണക്കാരനാരാ? റസൂൽ പഠിപ്പിച്ച ദീനോ സ്വീകരിച്ചു, ഓരോ ടെൻഷൻ മാറി. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് ഓൻ തെരഞ്ഞു പിടിച്ച ഹദീസിൽ വല്ല ദുആയുണ്ടോ, കടം വന്നാക്കി, ഓനെ ദുആ കിട്ടി, ഓൻ ആ ദുആ ജീവിതത്തിൽ പാലിച്ചു, ഓനെ കടത്തുനിന്നൊക്കെ മോചനം കിട്ടി. അപ്പൊ കടം വിടുക എന്നൊരു ആവശ്യം പൂർത്തീകരിച്ചത് നബി മുഖേനയാണ്. പ്രയാസം കൊണ്ട് പറഞ്ഞ ഒരാള് അത് റസൂൽ പഠിപ്പിച്ച വല്ല ദുആയുണ്ടോ അന്വേഷിച്ചു, ആ ദുആ കിട്ടി, ഓനത് ചൊല്ലി, ഓൻ ആശ്വാസം കിട്ടി. അപ്പൊ ഓൻ ആശ്വാസം കിട്ടി നബി മുഖേനയാണ്. ആ അർത്ഥത്തിലാണോ ശിർക്കാണോ? അല്ല. ആ അർത്ഥത്തിൽ ചൊല്ലുകയാണെങ്കിൽ ശിർക്കില്ല. അതാണ് ജബ്ബാദാരിനി പറഞ്ഞത്, അതിന്റെ പദങ്ങളിൽ ഞാൻ ശിർക്ക് കണ്ടിട്ടില്ല. എന്നാൽ ഈ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ ചെല്ലുന്നത്, ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ന്യായത്തിൽ എന്തിനാ ഈ അതിഥി മുഴുവൻ ഒതിയാഴ്ചണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. ഇത് ചൊല്ലിയാൽ തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും തീരും പൊന്നേനാ. അവിടെ തന്നെ കഴിഞ്ഞു. നെല്ലിക്കുട്ടി ഇസ്മായിൽ മുസ്ലിയാർ നാരിയാസ്വലാത്തിനെ പറ്റി എഴുതിയത് നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് എന്നാണ്. നബിയോടുള്ള ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാസ്വലാത്ത് ആ അർത്ഥത്തിലാണ് ഒരിക്കൽ ചെല്ലുന്നത്, ശിർക്കന്നെയാണ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ നബിന്റെ ബുദ്ധിമുട്ട് തീർക്കും, നബിന്റെ പ്രശ്നം തീർക്കും, നബി ആഗ്രഹം സഫലീകൃതമാക്കും എന്ന അർത്ഥത്തിലാണോ നാരിയാസ്വലാത്ത് ചെല്ലുന്നത്, ശിർക്ക് തന്നെ. ആ അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിലെ കുമ്പൂരികൾ ചൊല്ലുന്നത്. ഒരു ഇപ്പന്ന വ്യാഖ്യാനമൊന്നുമില്ല. പിന്നെ കുടുംബം പോലും ഒപ്പിക്കലുണ്ട്. ഇങ്ങനത്തെ വ്യാഖ്യാനം പറഞ്ഞിട്ട് നാദാപുരത്ത് ഖണ്ഡനം വന്നപ്പോ പേരോട് ഒപ്പിച്ചു. നബി മുഖേനയല്ലേ നമുക്ക് വലിയ വലിയ നിയമത്ത് കിട്ടിയത്, നബി മുഖേനയല്ലേ സ്വർഗം കിട്ടാൻ വഴിയുണ്ടായത്, നബി മുഖേനയല്ലേ നരകമോചനത്തിന് നമുക്ക് അവസരം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ അവിടെ ഒപ്പിച്ചു. പക്ഷെ ആ അർത്ഥത്തിലല്ല അവർ ചെല്ലുന്നത്. നാരിയാസ്വലാത്ത് എപ്പോഴാ ചെല്ലുക? അസുഖം വന്നാൽ നാരിയാസ്വലാത്ത് ചെല്ലും, മാന നഷ്ടപ്പെട്ടാൽ നാരിയാസ്വലാത്ത് ചെല്ലും, വിസ കിട്ടുന്നില്ലേ നാരിയാസ്വലാത്ത് ചെല്ലും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടോ നാരിയാസ്വലാത്ത് ചെല്ലും. അപ്പൊ ഇത് ചെല്ലിയാല് നബി ഇടപെടും, നബി ഇത് അറിയും, നബി ഇത് കേൾക്കും, നബി എന്റെ പ്രശ്നം തീർക്കും എന്ന് തന്നെയാണ് ഓരോ വിശ്വാസം. അതുകൊണ്ട് അവർ ചൊല്ലുന്ന നാരിയാസ്വലാത്ത് ശിർക്ക് തന്നെയാണ്. അതിൽ ലബ്ബാദാരിക്കും സംശയമില്ല, സിഖ്രിയാസ്വലായിക്കും സംശയമില്ല, നമുക്കാർക്കും സംശയമില്ല. അതൊന്നുമല്ല, അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ഒരു സാധുതൊന്നും അറിയാതെ ഓരോ ഖുറാഫത്തോ അല്ലതൊന്നും അറിയില്ല.
ഓൻ ഇത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ, നബി മുഖേന ബുദ്ധിമുട്ട് ഒഴിവാകുന്നല്ലാതെ എനിക്കിപ്പോ സ്വർഗത്തുകളെ വഴി പഠിപ്പിച്ച റസൂലാണല്ലോ, ആ റസൂൽ പഠിപ്പിച്ച ദീന പ്രകാരം ജീവിച്ചതാണല്ലോ നിങ്ങൾ സ്വർഗത്തുക്കെത്താനുള്ള വഴിയുണ്ടായത് എന്നൊരു അർത്ഥത്തിലാണെങ്കിലോ അത് ശിർക്കില്ല എന്ന് പറയാം. എന്നാൽ ഈ സ്വലാത്ത് സൈറ്റ് ചെയ്യുമ്പോഴോ ബിദഅത്തായി മാറി. കാരണം പ്രത്യേക എണ്ണവും വണ്ണവും തീയതി നിശ്ചയിച്ച് പ്രത്യേക പ്രതിഫലം ഓഫർ ചെയ്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ച സ്പെഷ്യൽ സ്വലാത്തായതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് തന്നെ ബിദഅത്തായി മാറി. അതാണ് ലംബാദാരി പറഞ്ഞത്. അദ്ദേഹത്തെ ശേഷം വിളിച്ച പലരോടും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു ഫോൺ ക്ലിപ്പിന് കഷ്ണം മാത്രം മുറിച്ച് അത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.